ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് LGS പ്രിലിംസ് എക്സാമിൻ്റെ 154/2023 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2022 IPL മെഗാ താരലേലത്തിൽ മലയാളി താരം ബേസിൽ തമ്പിയെ സ്വന്തമാക്കിയ ടീം. ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, മുംബൈ ഇന്ത്യൻസ് ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, കൊച്ചി മംഗളൂരു പ്രകൃതിവാതക പൈപ്പ് ലൈൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആര്? രണ്ടാമത്തെ ആൻസർ ഓപ്ഷൻ എ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 2021 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ. മൂന്നാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ്, ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ആണ്. നമുക്കിവിടെ നോക്കേണ്ടത് 2024 മികച്ച സിനിമയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ പേര് കാതൽ ദ കോറാണ്. 2024 മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിന് അർഹമായ സിനിമ കാതൽ ദ കോറാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ, അതുപോലെ തന്നെ ഈ 2024 മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് പൃഥ്വിരാജാണ്. പൃഥ്വിരാജ് സുകുമാരൻ 2024 മികച്ച നടനായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ മികച്ച നടനുള്ള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് പൃഥ്വിരാജ് സുകുമാരനാണ്. മൂവി ആടുജീവിതമാണ്. ബ്ലെസ്സി സംവിധാനം ചെയ്ത ആടുജീവിതമാണ് മികച്ച പോപ്പുലർ മൂവിയായിട്ട് തിരഞ്ഞെടുത്തത്. ജനപ്രിയ ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് ആടുജീവിതവും, മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുത്തത് കാതൽ ദ കോറും, മികച്ച നടനായിട്ട് തിരഞ്ഞെടുത്തത് പൃഥ്വിരാജ് സുകുമാരനുമാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിന് അവസരമൊരുക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയുടെ പേര്. 4 ഓപ്ഷൻ എ, സമന്വയ പദ്ധതിയാണ്. അപ്പോൾ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുടർ വിദ്യാഭ്യാസത്തിനുള്ള സർക്കാർ പദ്ധതിയാണ് സമന്വയ പദ്ധതി. 5, 2020 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായ നോവൽ. ആൻസർ ഓപ്ഷൻ ഡി, അടിയാളപ്രേതം. അപ്പോൾ നമുക്കിവിടെ നോക്കേണ്ടത് അഞ്ചാമത്തെ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സാണ്. 2020 ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഇപ്പോൾ റീസെൻ്റിലായിട്ടുള്ള നോക്കാം. റീസെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് മികച്ച നോവലായിട്ട് കേരള സാഹിത്യ അക്കാദമി മികച്ച നോവലായിട്ട് കൊടുത്തിരിക്കുന്നത് സിൻ എന്ന നോവലാണ്. ZIN സിൻ എന്ന നോവലിനാണ് മികച്ച നോവലിന് അർഹമായ സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. അതുപോലെ തന്നെ അത് എഴുതിയത് ഹരിത സാവിത്രിയാണ്. ഹരിത സാവിത്രി എഴുതിയ സിൻ എന്ന നോവൽ, സിൻ എഴുതിയത് ഹരിത സാവിത്രി. അതുപോലെ തന്നെ മികച്ച കവിതാ ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തത്, മികച്ച കവിതാ ഗ്രന്ഥം തിരഞ്ഞെടുത്ത കവിതകളാണ് മികച്ച കവിതാ ഗ്രന്ഥം. അത് എഴുതിയത് കൽപ്പറ്റ നാരായണനാണ്. അപ്പോൾ തിരഞ്ഞെടുത്ത കവിതകൾ ആണ് മികച്ച കവിതാ ഗ്രന്ഥമായിട്ട് തിരഞ്ഞെടുത്തത്. അത് എഴുതിയത് കൽപ്പറ്റ നാരായണനാണ് കൃതി എഴുതിയത്. ഓക്കെ, അപ്പോൾ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് സാഹിത്യ അക്കാദമി അവാർഡിലെ മികച്ച നോവലായിട്ട് തിരഞ്ഞെടുത്തത് 2023 അത് ഞാനിപ്പോൾ പറഞ്ഞ സിൻ എന്ന നോവലാണ്. ഹരിത സാവിത്രിയാണ് എഴുതിയത്. അതുപോലെ തന്നെ മികച്ച കവിതാ ഗ്രന്ഥം തിരഞ്ഞെടുത്ത കവിതകൾ എഴുതിയത് കൽപ്പറ്റ നാരായണൻ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. കുടുംബശ്രീ ഉൽപ്പന്നമായ അമൃതം ന്യൂട്രി മിക്സിന് 2022 ലഭിച്ച അവാർഡ്. ഓപ്ഷൻ ഡി ആണ് ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡ്. ഗ്ലെൻമാർക്ക് ന്യൂട്രീഷൻ അവാർഡാണ് 2022 ലഭിച്ച അമൃതം ന്യൂട്രിക്സ് അവാർഡ്. കുടുംബശ്രീ ഉൽപ്പന്നമാണ്. 7ാമത്തെ ക്വസ്റ്റ്യൻ. 2ാം പിണറായി വിജയൻ സർക്കാരിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സജി ചെറിയാനാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രി. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ അന്ന് ചോദിച്ചത് ഇപ്പോഴും റീസെൻ്റ്ലി സജി ചെറിയാൻ തന്നെയാണ്. അപ്പോൾ സജി ചെറിയാൻ ഇപ്പോഴത്തെ ഫിഷറീസ് മന്ത്രിയും സജി ചെറിയാനാണ്. മറ്റ് മന്ത്രിമാരിൽ ഇപ്പോൾ റീസെൻ്റായിട്ടുള്ളത് മുഹമ്മദ് റിയാസാണ്. അപ്പോൾ മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ ടൂറിസവും പൊതുമരാമത്തുമാണ്. മുഹമ്മദ് റിയാസ് ടൂറിസം ആൻഡ് പൊതുമരാമത്ത്, അതുപോലെ തന്നെ സാംസ്കാരികം ഫിഷറീസ് സജി ചെറിയാനാണ്. കോവിഡ് കാലത്ത് സാങ്കേതിക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തി വിക്ടേഴ്സ് ചാനൽ വഴിയും ഓൺലൈൻ മാധ്യമങ്ങൾ വഴിയും ക്ലാസുകൾ വീടുകളിൽ എത്തിച്ച പദ്ധതിയുടെ പേര്. 8 ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഫസ്റ്റ് ബെൽ. 9ാമത്തെ ക്വസ്റ്റ്യൻ. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും 2022 വിക്ഷേപിച്ച PSLV C-52 റോക്കറ്റ് ഭ്രമണപഥത്തിലെത്തിച്ച 3 ഉപഗ്രഹങ്ങളിലെ ഭൗമനിരീക്ഷണ ഉപഗ്രഹം ഏത്? 9 ആൻസർ ഓപ്ഷൻ സി ആണ്, EOS-04. 10. ഇന്ത്യയിൽ ആദ്യമായി കൊച്ചി മുസിരിസ് ബിനാലെ നടന്ന വർഷം. 10 ഓപ്ഷൻ സി 2012 ആണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ഏറ്റവും വേഗതയിൽ ഒഴുകുന്ന ടീസ്റ്റ നദി ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെയാണ് ഒഴുകുന്നത്? 11 ഓപ്ഷൻ ഡി സിക്കിം പശ്ചിമ ബംഗാളുമാണ്. 11 ഓപ്ഷൻ ഡി സിക്കിമും പശ്ചിമ ബംഗാളിലൂടെയാണ് ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ ടീസ്റ്റ നദി ഒഴുകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 12. ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏത്? ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം മണിപ്പൂരാണ്. 13. നാഗ്പൂർ പ്ലാൻ സംബന്ധിച്ച ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1ാമത്തെ പ്രസ്താവന റോഡിൻ്റെ സാന്ദ്രത 16 km/100 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. 2ാമത്തെ പ്രസ്താവന ആദ്യത്തെ 20 വർഷ വികസന പദ്ധതി. 3 നിലവിൽ വന്നത് 1948. 4 റോഡ് സാന്ദ്രത 15 km/1000 സ്ക്വയർ കിലോമീറ്റർ എന്ന ലക്ഷ്യം കൈവരിക്കാൻ. അപ്പോൾ ഇവിടെ 13ൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. 14. ഇന്ത്യയിലെ പ്രധാന വ്യവസായ മേഖലകളിൽ ഉൾപ്പെടാത്ത പ്രദേശമേത്? 14 ഓപ്ഷൻ ഡി അംബാല അമൃത്സറാണ് ഇതിൽപ്പെടാത്തത്. ബാക്കിയെല്ലാം പ്രധാന വ്യവസായ മേഖലകളാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ വില്ലേജ് സ്ഥിതി ചെയ്യുന്ന ജില്ല. 15ൻ്റെ ആൻസർ ഓപ്ഷൻ ഡി വയനാടാണ്. 16. ദേശീയ ജലപാത 2 ബന്ധിപ്പിച്ച ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്? അപ്പോൾ ഇവിടെ 16ൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്.
2ഉം 4ഉമാണ്. സാദിയ മുതൽ ധൂബ്രി വരെ സ്ഥിതി ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ പങ്കിടുന്നു. അതാണ് ദേശീയ ജലപാത 2മായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. 17 ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ ഏതെല്ലാം രാജ്യങ്ങൾ ഉൾപ്പെടുന്നു? 17 ഓപ്ഷൻ സി ആണ്. ഭൂട്ടാൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. 18 ഊർജയാനം പദ്ധതിയുടെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് ഫ്രീ പഞ്ചായത്ത്. 18 ഓപ്ഷൻ എ ആണ്, പീലിക്കോട്. 19 ഫുട്ട് ലൂസ് വ്യവസായങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഏവ? 19 ഓപ്ഷൻ ബി ആണ്. വ്യവസായ സ്ഥാനീയ ഘടകങ്ങൾ കൂടുതലായി ബാധിക്കുന്നില്ല. അതുപോലെ തന്നെ 4 പരിസ്ഥിതി സൗഹൃദ വ്യവസായമാണ്. ഇതാണ് 19ൻ്റെ ആൻസർ. 20 ഇന്ത്യ വിക്ഷേപിച്ച EOS-04 എന്ന ഉപഗ്രഹത്തെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന ഏത്? 20 ഓപ്ഷൻ എ ആണ് തെറ്റായിട്ടുള്ളത്. 21 ഇന്ത്യൻ ദേശീയ ഗീതത്തിൻ്റെ രചയിതാവ്. 21 ഓപ്ഷൻ സി ആണ്, ബങ്കിം ചന്ദ്ര ചാറ്റർജി. 22 ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം. 22 ഓപ്ഷൻ ഡി, ആന. 23 ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെപ്പോൾ? 23 ഓപ്ഷൻ ഡി ആണ്, 2005. 24 മൗലിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഏത് ഭേദഗതി അനുസരിച്ചാണ്? 24 ഓപ്ഷൻ ഡി, 42ാം ഭേദഗതി. 25 താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത് ഏതെല്ലാം? 25 ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ആണ്. അതായത് ഐറിഷ് ഭരണഘടനയോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിൽ 5 വിധത്തിലുള്ള മൗലികാവകാശങ്ങൾ ഉണ്ട്. ഇതാണ് മൗലികാവകാശങ്ങളുമായി ബന്ധമില്ലാത്തത്. 26 കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അപ്പോൾ ഈ 154/2023 ക്വസ്റ്റ്യൻ പേപ്പർ ഫൈനൽ ആൻസർ കീ പ്രകാരം ഈ ക്വസ്റ്റ്യൻ 26 ക്യാൻസലാണ്. എന്നിരുന്നാലും നമുക്ക് 26ാമത്തെ ക്വസ്റ്റ്യന് പകരമായിട്ട് ഇപ്പോഴത്തെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ അലക്സാണ്ടർ തോമസ് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ റീസെൻ്റ്ലി അലക്സാണ്ടർ തോമസ്. 27 ദേശീയ പതാകയുമായി ബന്ധമില്ലാത്തത് ഏത്? 27 ഓപ്ഷൻ സി ആണ് ആൻസർ. 27 ഓപ്ഷൻ സി. 1947 ഓഗസ്റ്റ് 1 ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചു എന്നുള്ളതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന, അല്ലെ തെറ്റായിട്ടുള്ള ആൻസർ. 28 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത് എപ്പോൾ? 28 ഓപ്ഷൻ എ ആണ്, 1950 ജനുവരി 24 ഇന്ത്യൻ ദേശീയ ഗാനം അംഗീകരിച്ചത്. 29 ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ. ഓപ്ഷൻ സി, സച്ചിദാനന്ദ സിൻഹ. 30 ഇന്ത്യയിൽ സുപ്രീം കോടതിയുടെ ആസ്ഥാനം എവിടെ? ഓപ്ഷൻ ബി, ന്യൂഡൽഹി. 31 അരയ സമാജത്തിൻ്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ. 32 കുറിച്യ കലാപത്തിൻ്റെ നേതാവ്. ഓപ്ഷൻ സി, രാമനമ്പി. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനം.
പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. 34 കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട നേതാവ്. 34 ആൻസർ ഓപ്ഷൻ എ ഡോ KB മേനോനാണ്. ചട്ടമ്പി സ്വാമിയുടെ പ്രധാന കൃതി. 35 ഓപ്ഷൻ ബി ആണ്, പ്രാചീന മലയാളം. 36 കുണ്ട്ര വിളംബരം നടത്തിയ വർഷം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1809. 37 കല്ലുമാല സമരം നയിച്ചത്. 37 ആൻസർ ഓപ്ഷൻ സി, അയ്യങ്കാളി. 38 മലബാർ പ്രദേശം ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഏത് ഉടമ്പടി പ്രകാരമായിരുന്നു? ആൻസർ ഓപ്ഷൻ ഡി, മംഗലാപുരം ഉടമ്പടി. ശ്രീരംഗപട്ടണം ഉടമ്പടി. ആൻസർ ഓപ്ഷൻ ഡി, ശ്രീരംഗപട്ടണം ഉടമ്പടിയാണ്. 39 വൈക്കം സത്യാഗ്രഹത്തെ പിന്തുണച്ചുകൊണ്ട് സവർണ ജാഥയ്ക്ക് നേതൃത്വം നൽകിയത്. ആൻസർ ഓപ്ഷൻ ബി, മന്നത്ത് പത്മനാഭൻ. 40 ശ്രീനാരായണ ഗുരുവിൻ്റെ നേതൃത്വത്തിൽ സർവമത സമ്മേളനം നടന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി, ആലുവ. 1857 വിപ്ലവം കാൺപൂരിൽ നയിച്ചത്. ആൻസർ ഓപ്ഷൻ ഡി, നാനാ സാഹേബ്. 42 ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ബി, ഹണ്ടർ കമ്മിറ്റി. 43 കോൺഗ്രസിൻ്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചത് സമ്മേളനം. ആൻസർ ഓപ്ഷൻ ഡി, ലാഹോർ സമ്മേളനം. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്ത വ്യക്തി. ആൻസർ 44 ഓപ്ഷൻ ബി, വിനോബ ഭാവെ. വ്യക്തി സത്യാഗ്രഹത്തിനായി ആദ്യം തിരഞ്ഞെടുത്തത് വിനോബ ഭാവെയാണ്. അതുപോലെ തന്നെ 45 ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നത് ശുപാർശ ചെയ്ത കമ്മീഷൻ. ആൻസർ ഓപ്ഷൻ ഡി, ബി ആണ്, ഫസൽ അലി കമ്മീഷൻ. ഗാന്ധിജി ആദ്യമായി ഇന്ത്യയിൽ നടത്തിയ നിരാഹാര സമരം. 46 ഓപ്ഷൻ സി, അഹമ്മദാബാദ് മിൽ സമരമാണ്. 47 എനിക്കു രക്തം തരൂ, ഞാൻ നിങ്ങൾക്കു സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്. ആൻസർ ഓപ്ഷൻ ഡി, സുഭാഷ് ചന്ദ്രബോസ്. 47 ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കുവാൻ സർദാർ വല്ലഭായ് പട്ടേലിനെ സഹായിച്ച മലയാളി. ഓപ്ഷൻ ഡി, VP മേനോൻ. 1946 നാവിക കലാപം ആരംഭിച്ച സ്ഥലം. ഓപ്ഷൻ സി ആണ്, ബോംബെ. 51 കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന 50 ഭഗത് സിംഗിനെ തൂക്കിലേറ്റിയ വർഷം. ആൻസർ ഓപ്ഷൻ ഡി, 1931. 51 കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദിയായ ഭവാനി ഏത് നദിയുടെ പോഷക നദിയാണ്? ആൻസർ ഓപ്ഷൻ എ, കാവേരി. 52 സൈലന്റ് വാലി ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല. ഓപ്ഷൻ ബി ആണ്, പാലക്കാട്. 53 കേരളത്തിൽ കായിക ദിനമായി ആചരിക്കുന്നത്. ഓപ്ഷൻ എ, ഒക്ടോബർ 13. 54 കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. അപ്പോൾ ഇത് നേരത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണെങ്കിൽ ചോദിച്ചതെങ്കിൽ ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ ഇപ്പോൾ ചോദിക്കുന്ന 54ാമത്തെ ക്വസ്റ്റ്യൻ കേരളത്തിലെ ഇപ്പോഴത്തെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രിയാണ്. അപ്പോൾ 2 ക്വസ്റ്റ്യനാണ്, ഒരേ ആൻസർ തന്നെ 2 ക്വസ്റ്റ്യൻസാണ് മാറി മാറി ചോദിച്ചത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ സജി ചെറിയാനാണ്. അപ്പോൾ ഇതിൻ്റെ അത് മറ്റു മന്ത്രിമാരെ നോക്കാം. റോഷി അഗസ്റ്റിനാണ്. റോഷി അഗസ്റ്റിൻ ജലവിഭവം ജലവിതരണമാണ് കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. റോഷി അഗസ്റ്റിൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ജലവിഭവം ജലവിതരണം. അതുപോലെ തന്നെ പി പ്രസാദ്
പി പ്രസാദ് കൃഷിയാണ്. കാർഷികമാണ് പി പ്രസാദ്. വി അബ്ദുറഹ്മാൻ സ്പോർട്സാണ്. അത് ആദ്യം തൊട്ട് പറയാം. ശ്രീ റോഷി അഗസ്റ്റിൻ ജലവിഭവം ജലവിതരണം. പി പ്രസാദ് കാർഷികം. അബ്ദുറഹ്മാൻ സ്പോർട്സ്. വി അബ്ദുറഹ്മാൻ സ്പോർട്സ്. താഴെ പറയുന്ന ഏത് ജില്ലയിലാണ് വേമ്പനാട്ടുകായൽ വ്യാപിച്ചു കിടക്കുന്നത്? 55. ആൻസർ ഓപ്ഷൻ ബി ആണ്, കൊല്ലമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം? 56. ഓപ്ഷൻ സി, മൂലമറ്റം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? 57. ഓപ്ഷൻ ഡി, കേരളം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം? 58. ഓപ്ഷൻ സി, പാലക്കാട് ചുരം. കേരളത്തിൻ്റെ വ്യാവസായിക തലസ്ഥാനം? 59. ഓപ്ഷൻ ഡി, എറണാകുളം. 60. കേരളത്തിലെ ശുദ്ധജല തടാകം? ഓപ്ഷൻ എ, ശാസ്താംകോട്ട തടാകമാണ്. ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായമായ പ്രധാന പോഷകഘടകമേത്? 61. ഓപ്ഷൻ ബി, പ്രോട്ടീൻ. 62. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി? 62. ഓപ്ഷൻ ഡി, കരൾ. 63. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗം? ഓപ്ഷൻ എ, കണ. മലമ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? 64. ഓപ്ഷൻ സി ആണ്, പ്രോട്ടോസോവ. 65. മാരകമായ അസുഖങ്ങൾ കാരണം ദുരിതമനുഭവിക്കുന്ന 18-ൽ താഴെയുള്ള കുട്ടികൾക്ക് ചികിത്സയ്ക്കുള്ള ധനസഹായം നൽകുന്ന പദ്ധതി? 65. ഓപ്ഷൻ ഡി ആണ്, താലോലം. ചാവക്കാട് ഓറഞ്ച് ഏതിനമാണ്? 65. 66. ഓപ്ഷൻ ഡി ആണ്, തെങ്ങാണ്. 67. ഭക്ഷ്യശൃംഖലയിലെ ആദ്യ കണ്ണി? 67. ഓപ്ഷൻ ബി, ഹരിതസസ്യങ്ങൾ. 68. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? 68. ഓപ്ഷൻ എ, കാസർഗോഡ്. 69. ജൈവാവശിഷ്ടങ്ങളെ ഘടിപ്പിച്ച് മണ്ണിനോട് ചേർക്കുന്ന സൂക്ഷ്മജീവികളാണ്? ഓപ്ഷൻ സി, വിഘാടകർ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും നെല്ലിനം തിരഞ്ഞെടുക്കുക. ഓപ്ഷൻ ഡി ആണ്, അന്നപൂർണ്ണയാണ് നെല്ലിനമായിട്ടുള്ളത്. അറ്റോമിക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? ഓപ്ഷൻ സി, ജോൺ ഡാൾട്ടൺ. ഇരുമ്പിൻ്റെ അയിര്? ഓപ്ഷൻ എ, ഹേമറ്റൈറ്റ്. ആൽക്കലി ലോഹം അല്ലാത്തത് ഏത്? ഓപ്ഷൻ ഡി, അലുമിനിയമാണ്. ഹരിതഗൃഹ പ്രവാഹത്തിന് കാരണമല്ലാത്ത വാതകം? ഓപ്ഷൻ ഡി, കാർബൺ മോണോക്സൈഡ്. ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പ് അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ടെലൂറിയം. വേട്ടക്കാരൻ എന്നറിയപ്പെടുന്ന നക്ഷത്രഗണം? ഓപ്ഷൻ എ, ഒറിയോൺ. കരക്കാറ്റിനും കടൽക്കാറ്റിനും കാരണമായ താപസംപ്രേഷണം? 77. ഓപ്ഷൻ സി, സംവഹനം. ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം? ഓപ്ഷൻ ഡി ആണ്, കത്രിക. പ്രകാശത്തിൻ്റെ പ്രകീർണനത്തിന് കാരണം? അപവർത്തനം. ദ്രുതഗതിയിലുള്ള ദോലന ചലനങ്ങൾ അറിയപ്പെടുന്നത്? ഓപ്ഷൻ ഡി, കമ്പനം. ഇനി കണക്കിലെ ചോദ്യങ്ങളാണ്. 81. ഓപ്ഷൻ ബി ആണ്,
82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ഡി. 84 ഓപ്ഷൻ ബി. 85 ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ സി. 87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ എ. 89 ഓപ്ഷൻ ബി. 90 സി ആണ്. 91 എ. 92 എ. 93 സി. 94 ഡി. 95 ബി. 96 സി. 97 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ ഡി. 99 ഓപ്ഷൻ എ. 100 ഓപ്ഷൻ സി. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.